ആ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ആകിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സമാധാനം വേണമെങ്കിൽ നിങ്ങളുടെ ഉന്നത പാപങ്ങളും നിങ്ങളുടെ ഹൃദയങ്ങളും മതഭക്തിയും പിതൃപാരമ്പര്യങ്ങളും പൗരോഹിത്യങ്ങളും വിട്ട് ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. നോക്ക് പ്രിയരെ, ആ യേശുക്രിസ്തു മരിക്കുമ്പോൾ മനുഷ്യനോടുള്ള ശത്രുത നീങ്ങുമാറി തിരശ്ശീല കീറിക്കളഞ്ഞു. യാഗങ്ങളും ബലികളും കർമ്മങ്ങളും നിർത്തലാക്കി. ഇനി വിശ്വസിക്കുന്നവർക്കാണ് നീതി. യാഗങ്ങളും നൊയമ്പുകളും നോക്കുന്നവരെല്ലാവരും ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരാണ്. യാഗം നിർത്തലാക്കിയത് വഴി ഇനി പൗരോഹിത്യവുമില്ല. പൗരോഹിത്യവും വഞ്ചനയാണ് പ്രിയരെ. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് വഴി അവൻ സകല ജാതികളോടും പറയുന്നു, സകല മതപുരോഹിതന്മാരും ക്രിസ്തീയ മതവിശ്വാസികളും ഉൾപ്പെടെയുള്ളവരോട് കൽപ്പിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്ന് വെച്ചാൽ പിതൃപാരമ്പര്യങ്ങളും മതഭക്തികളും പൗരോഹിത്യങ്ങളും വിട്ട് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിലേക്ക് നിങ്ങൾ തിരിയണം. ഇവനാണ് എൻ്റെ ഏകരക്ഷകൻ, ഇവൻ മാത്രമാണ് എൻ്റെ ഏകരക്ഷകൻ എന്നുള്ള ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ മതഭക്തിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തള്ളി ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കണം. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ സ്നാനമേൽക്കണം പ്രിയരെ. ഈ സ്നാനത്താലാണ് പാപമോചനം. സ്നാനം ഇന്ന് എല്ലാവർക്കും വെറുക്കപ്പെട്ട ഒന്നാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ വെറുക്കപ്പെടല് ഈ സ്നാനത്തിലേക്ക് വരുന്നവർക്കും ഉണ്ടാകും. നിന്ന് നമ്മൾ ചുമക്കുന്നത് ഈ സ്നാനത്തിലാണ്. അതായത് യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ നീയും അവനോട് കൂടി മരിച്ചിട്ടല്ലാതെ നിനക്ക് രക്ഷയുണ്ടാകുകയില്ല. അവനോട് കൂടെ മരിക്കുന്നതാണ് സ്നാനം. ആ സ്നാനത്താൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുമ്പോൾ ഇനി പാപികളും ദോഷികളുമല്ല, നാം ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് എണ്ണപ്പെടുന്നു. അങ്ങനെ സ്നാനമേറ്റവര് സ്നാനത്തെ എതിർക്കുന്ന പഴയകാല വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകാതെ, പൗരോഹിത്യത്തിലേക്ക് മടങ്ങിപ്പോകാതെ, അങ്ങനെ സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച വിശുദ്ധന്മാർ ഒന്നു ചേർന്ന് കൂട്ടായ്മ ആചരിച്ചും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നും പ്രാർത്ഥിച്ചും അവന് വേണ്ടി സാക്ഷ്യം പറഞ്ഞും കഷ്ടം സഹിച്ചും വിശ്വാസത്തോടെ ക്ഷമയോടെ വിശുദ്ധിയോടെ കാത്തിരിക്കും. അങ്ങനെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു നാളെ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇങ്ങനെയുള്ളവരെ ചേർക്കുകയും മറ്റുള്ളവരെ അവൻ നീക്കിക്കളയുകയും ചെയ്യും. അതേ പ്രിയരെ, ഇനി ഭൂമിയിൽ നടക്കുവാനുള്ള ഏറ്റവും വലുതും ഏറ്റവും ഭയങ്കരവും ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യം യേശുക്രിസ്തു ഭൂമിയിലേക്ക് രാജാവായിട്ട് മടങ്ങി വരുമെന്നുള്ളതാണ്. ആയിരം വിശുദ്ധന്മാരോട് ചേർന്ന് കോടാനുകോടി ദൂതന്മാരുടെ ആർപ്പോടുകൂടി യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് ഈ ഭൂമിയുടെ സർവ്വഭരണവും ഏറ്റെടുക്കുവാനായിട്ട് മടങ്ങി വരുമ്പോൾ എന്നാണ് സകല മുഴങ്കാലം എൻ്റെ മുമ്പിൽ മടങ്ങും, സകല നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ആ വലുതും ഭയങ്കരവുമായിരിക്കുന്ന ആൾ അടുത്തിരിക്കിയാൽ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് സ്നാനമേറ്റുകൊള്ളുമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അല്ല, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി നിങ്ങൾ കഷ്ടം സഹിച്ചാൽ, നിങ്ങൾ ഏത് ജാതി മതസ്ഥരോ പുരോഹിതനോ ആയിക്കൊള്ളട്ടെ, ഈ കർത്താവിന് വേണ്ടി ഈ വചനം നിങ്ങൾ അനുസരിച്ച് അവനെ സ്നേഹിക്കുന്നു എങ്കിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം? നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അതിനു മുമ്പ് നിങ്ങൾ മരിച്ചടക്കപ്പെടുകയോ ദഹിപ്പിച്ച് ചാരമാക്കി കളഞ്ഞാലോ ശരി, നിന്റെ ശരീരത്തെ ദൈവം പുനർജീവിപ്പിക്കും. പുതിയൊരു ശരീരം നിനക്ക് തരും. മരണമില്ലാത്ത, ദ്രവിച്ചു പോകാത്ത ഒരു പുതിയ ശരീരം തന്നുകൊണ്ട് യേശുക്രിസ്തുവിനോട് കൂടെ 1000 വർഷം ഭൂമിയിലേക്ക് നീ മടങ്ങി വരും. മരണത്തിന് ഇനി നിന്റെ മേൽ അസാധ്യമായിരിക്കുന്ന മരണത്തിന് ഇനി നിന്റെ മേൽ എന്താണ് സാധ്യതയുമില്ല. അതുകൊണ്ട് പ്രിയരെ, ഇങ്ങനെ 1000 ആണ്ട് ഭൂമി യേശുക്രിസ്തുവിന്റെ സിംഹാസനം ഈ ഭൂമിയിൽ വാണ്. അവന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ, അതിന് അവസാനവും 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കും. അന്ന് നിങ്ങൾ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ സ്വർഗത്തിലേക്ക് പറന്നുയരും. ഇല്ല, നിങ്ങൾ ഇതിനെ നിഷേധിച്ച് പരിഹാസത്തോടെ തള്ളിക്കളയുന്നുവെങ്കിൽ കർത്താവ് തന്നെ പറയുന്നു, ഇപ്പോൾ ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ച് കരയുമെന്ന്. അതായത് പ്രിയരെ, നിങ്ങൾ ഇതിനെ നിഷേധിച്ച് പരിഹാസത്തോടുകൂടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഇതിനെതിരെ തിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഏത് ജാതി മതസ്ഥരുമായിക്കോട്ടെ, നിങ്ങളൊരു ക്രിസ്തീയ മത പുരോഹിതൻ പോലും ആയിക്കൊള്ളട്ടെ, ഈ മാനസാന്തരത്തെയും സ്നാനത്തെയും അവന് വേണ്ടി കഷ്ടം സഹിക്കുന്നതുമായിരിക്കുന്ന ഈ വചനം കേട്ട് നിങ്ങൾ നിഷേധിച്ച് മതഭക്തിയിലും പാപിയുമായിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്നെന്ന് ലോകം അവസാനിക്കുകയും അന്ന് എന്നെ കേട്ട നിങ്ങൾ ഓരോരുത്തരും മനം തിരിയാതെ മരിക്കുകയാണെങ്കിൽ ഈ കല്ലറകളെ വിട്ട് എഴുന്നേറ്റ് വരികയും ഇതേ രൂപത്തിൽ യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും നിങ്ങൾ ഏതൊക്കെ മനുഷ്യരെ കബളിപ്പിച്ച് അല്ലെങ്കിൽ ദൈവത്തെ കബളിപ്പിക്കുന്നെന്നവണ്ണം രഹസ്യമായിട്ട് നിങ്ങൾ ചെയ്ത സകല രഹസ്യങ്ങളും പാപങ്ങളും ദൈവം പരസ്യപ്പെടുത്തി നിന്നെ അവൻ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ, അയ്യോ പ്രിയപ്പെട്ടവരെ, ആ ഭയങ്കരമായിരിക്കുന്ന നരകത്തിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയത്തില്ല. എത്ര കോടി വർഷം കഴിഞ്ഞാലും ആ നരകവിധിയിൽ നമ്മളെ വീണ്ടെടുപ്പാൻ പുരോഹിതന്മാർക്ക് കഴിയത്തില്ല. ഞാനൊരു ഹിന്ദുവായിരുന്നപ്പോൾ എൻ്റെ മക്കളോ അനിയന്ത്രന്മാരോ ചെയ്യുന്ന പിണ്ടാടിയന്ത്രങ്ങൾക്കും കഴിയത്തില്ല. പ്രിയരെ, സത്യത്തെ തിരിച്ചറിയുവിന് എല്ലാ മതഭക്തിയും എന്താണ്? പൈശാചികമാണ്. ക്രിസ്തീയ മതം ഉൾപ്പെടെ സകലവും പിശാചിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നാണ്. പാപമോചനം നൽകി തരുവാൻ കഴിയാത്തത് എല്ലാം വ്യർത്ഥമാണ് പ്രിയരെ. തള്ളിക്കളയുവിന്, ഉപേക്ഷിപ്പിന്, സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് പാപമോചനം നേടുവാൻ അവന് വേണ്ടി ജീവിച്ചു കൊള്ളുവിന്. അങ്ങനെ നമ്മൾ ആ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ
നിങ്ങൾക്ക് ഈ ശിക്ഷാപതിയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നരകാഗ്നിയിലേക്ക് എറിയപ്പെടുവാൻ ഇടയായി കഴിഞ്ഞാൽ പ്രിയരെ, പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മടങ്ങി വരവില്ല. ഞങ്ങൾ വളരെ കണ്ണുനീരോട്, നിലവിളിയോട്, ദുഃഖത്തോടെ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഒരാളുടെ ആത്മാവ് നരകാഗ്നിയിലേക്ക് വീണാൽ എത്ര കോടി വർഷം കഴിഞ്ഞാലും ഒരു മടങ്ങി വരവില്ല. പ്രിയരെ, നിന്റെ സമ്പത്തിനോ ഭൂമിയിലുള്ള നിന്റെ രാജ്യത്വത്തിനോ നിന്റെ പുരോഹിതന്മാർക്കോ നിന്റെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ആർക്കും നിന്നെ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഉന്നത പാപങ്ങളെ താഴ്ത്തുവേൻ, നഗളഹൃദയങ്ങളെ വിട്ടുകളയുവേൻ, നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ ആശ്രയിക്കാതെ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊള്ളുവിന്. അതേ പ്രിയരെ, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റവന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന് വേണ്ടി കഷ്ടവും നിന്നയും ഏറ്റുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിത്യസന്തോഷത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും പറന്നുയർന്നുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. കേട്ട ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി.